മെഡിക്കൽ കോളേജ് കോമ്പൗണ്ട് അന്നദാനം കൊടുക്കുകയാണ്. ഞങ്ങൾ ചോറ് കൊടുക്കുകയാണ്, ഞങ്ങൾ കഞ്ഞി കൊടുക്കുകയാണ്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. മറ്റെങ്ങോട്ടേക്കും പോണ്ട. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പ്രാന്തപ്രദേശമൊന്നും അല്ല, അതിനകത്ത ഭാഗമാണ്. കയറി ചെല്ലുമ്പോൾ നടുമുറ്റം പോലത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്തുള്ള ഭാഗങ്ങൾ. കുറച്ച് ഞാൻ മെഡിക്കൽ കോളേജിൽ അന്നദാനം വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുധാകർജി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ തന്നെ ഇതിനെപ്പറ്റി പ്രതികരിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാം. അതായത് ഈ പറയുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ ഈ സേവാഭാരതി പോലുള്ള സംഘടന വന്ന് ഭക്ഷണം കൊടുത്തതിന് ശേഷം അവിടെ അവര് ഷെഡ് കെട്ടി നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് STPI അതിനകത്ത് ഇടപെടുകയും അതുമായിട്ട് സംബന്ധിച്ച വിഷയത്തിലൊക്കെയാണ് ഈ ഒരു സംസാരം വന്നത്. പല ഹോസ്പിറ്റലുകളിലും പല മെഡിക്കൽ കോളേജിലും സേവാഭാരതി ആണെങ്കിലും DYFI 8 വർഷം മുമ്പേ DYFI പൊതിച്ചോറ് കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഈ എന്താ പറയാ, രാഷ്ട്രീയപരമായ പല ചേരിതിരിവുണ്ടെങ്കിലും ആശയവ്യത്യാസമുണ്ടെങ്കിലും ഈ ഒരു ചെയ്യുന്ന പ്രവൃത്തിയോട് എനിക്ക് വലിയ യോജിപ്പാണുള്ളത്. കാര്യം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാർത്തയുടെ പൂർണ്ണ രൂപം നിങ്ങളൊന്ന് കണ്ടു. ഇതിനെപ്പറ്റി കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, പ്രത്യേകിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജ്, അതിനെപ്പറ്റി ഒരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറയാം. ഈ ഒരു വാർത്ത കണ്ടിട്ട് ഒന്ന് പൂർണ്ണമായിട്ട് കാണണേ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സോഷ്യൽ ഇഷ്യൂ ആണല്ലോ, ഒന്ന് കണ്ടോ. മെഡിക്കൽ കോളേജുകളിലെ രാഷ്ട്രീയ അതിപ്രസരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനിടെയാണ് സൗജന്യ ഭക്ഷണ വിതരണം കൂടി രാഷ്ട്രീയ സംഘടനകൾ നിർത്തണം, അത് തടയണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൊതുവെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ നിലവിൽ DYFIയും സേവാഭാരതിയും പോലുള്ള സംഘടനകളാണ് സൗജന്യ ഭക്ഷണ വിതരണം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി നടത്തുന്നത്. അത് പൊതുവെ നല്ല പദ്ധതി എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയമായ അമിതമായ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സുധാകരന്റെ വിമർശനം. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജുകളിലെ സൗജന്യ ഭക്ഷണ വിതരണം തടയണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണ വിതരണത്തിനായി സേവാഭാരതി ഒരു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. പിന്നീട് STP അടക്കമുള്ള സംഘടനകൾ അതിനെതിരെ വരികയും അതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് KC വേണുഗോപാലും സ്ഥലം MLA എന്നുള്ള നിലയിൽ സുധാകരനും അടക്കം യോഗം നടത്തി ഭക്ഷണ വിതരണം അടക്കം തടയണം എന്നൊരു തീരുമാനത്തിലേക്ക് പോയി. ആ തീരുമാനം ഉണ്ടായതിനു ശേഷവും സേവാഭാരതി ഭക്ഷണ വിതരണം നടത്തിയതാണ് സുധാകരനെ ഇത്തരത്തിലൊരു നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാൻ രംഗത്തിറക്കിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ രോഗികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് കൂട്ടിരിപ്പായി എത്തുന്ന ആളുകളെ സംബന്ധിച്ച് സൗജന്യ ഭക്ഷണ വിതരണം വലിയ ഗുണകരമാകുന്ന അല്ലെങ്കിൽ വലിയ ആശ്വാസമാണ്. എന്തായാലും തുടർന്നുള്ള നടപടി അദ്ദേഹം ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ വണ്ടാനമടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇത്തരത്തിലുള്ള സൗജന്യ ഭക്ഷണ വിതരണത്തിന്റെ അവസ്ഥ എന്താകും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. സേവാഭാരതിയും DYFI അടക്കമുള്ള സംഘടനകൾ അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിട്ടുമുണ്ട്. വാർത്ത കേട്ടോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇതിന്ന്? ഈ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും സുധാകർജി പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, സുധാകർജി കുറച്ച് നാള് കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ ആയിരുന്നല്ലോ, ഈ പറയുന്ന DYFI ആയിട്ട് ബന്ധപ്പെടുന്ന പാർട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ. അന്നും ഈ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അന്ന് അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഒരവസരത്തിൽ നമുക്ക് പാർട്ടിയോട് വിരോധം ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ഉപയോഗിക്കരുത്. അതുപോലെ സേവാഭാരതി പോലുള്ള സംഘടനയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഈ പറയുന്ന സ്വന്തം പാർട്ടി ആയിരുന്ന കമ്മ്യൂണിസ്റ്റുകാരും DYFIക്കാരും ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ, ഏത് പാർട്ടിക്കാരാണെങ്കിലും ഈ ആഹാരം കൊടുക്കുന്ന ഒരു പ്രവണതയോട് എനിക്ക് യോജിപ്പ് മാത്രമേ ഉള്ളൂ. നമ്മളൊന്നെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുന്നവരെ ചെയ്യാൻ സമ്മതിക്കണം. ഇതിനകത്ത് പ്രശ്നം വരുമെന്ന് പറഞ്ഞാൽ പാർട്ടി ആഹാരം കൊടുക്കുകയും പാർട്ടിയുടെ പേരിൽ അവിടെ കൈകടത്തി പ്രശ്നങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാം. അതിനെ നമുക്ക് അവരെ അനധികൃതമായ കൈകടത്തുകൾ നമുക്ക് തടയാം. അതിനപ്പുറത്തേക്ക് ആഹാരം കൊണ്ട് കൊടുക്കുന്നത് പൂർണ്ണമായി തടയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DYFI കൊണ്ടുപോയി ഇതുപോലെ ചോറ് ശേഖരിച്ച് കൊടുക്കുന്നത് പോലെ വേറെ ഒരു പാർട്ടിക്കാരും, അല്ലെങ്കിൽ ഇവരൊക്കെ കൊടുക്കുന്നവർ വേറെ എത്ര പാർട്ടിക്കാരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ DYFI കുറേ കാലമായിട്ട് പൊതിച്ചോറും കാര്യങ്ങളും പലയിടത്തും നമ്മുടെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി കൊടുത്തിട്ടുണ്ട്. ആ ചെയ്യുന്ന പ്രവൃത്തിയെ തീർച്ചയായിട്ടും അത് പാർട്ടി നോക്കിയല്ല അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാനേ പറ്റൂ. അതിന്റെ പേര് DYFI എന്നായതുകൊണ്ട് അവർ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ആ പാർട്ടി എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആ ഒരു സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു വിഭാഗത്തെ എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇനി ഇതിനകത്ത് പറയുന്നുണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ ഒരു കാര്യം ഇനി ചോദിക്കട്ടെ, ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനെ പറ്റിയിട്ടാണല്ലോ ഇപ്പൊ ഈ പറഞ്ഞത്. അവിടെ വെച്ചാണല്ലോ സംഭവം നടന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ ഏതാനും ദൃശ്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ പറയട്ടെ, എന്റെ ഒരു ബന്ധുവിടെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ അവിടെ പോയി എടുത്തപ്പോൾ ഒരു ദൃശ്യമുണ്ട്. അന്ന് ഈ പറയുന്ന സുധാകർജി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ പോയപ്പോൾ ഉള്ളൊരു ദൃശ്യം, സുധാകർജിക്ക് അന്നും അറിയാം ഈ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണെന്നും. അപ്പൊ ആ മെഡിക്കൽ കോളേജിന്റെ ശോചനീകമൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു പ്രകൃതിദത്തമായ പച്ചപ്പും ഹരിതാപവും ഉള്ള AC മേളിൽ വരെ
ചെടി കളിച്ച് നിൽക്കുന്ന ആ ഒരു പ്രവണതയുള്ള ആ ഒരു അവസ്ഥയും ഞാൻ ഇവിടെ ദൃശ്യങ്ങളുടെ സൈഡിലിരുന്ന് വെക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. മറ്റെങ്ങോട്ടേക്കും പോണ്ട. വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ പ്രാന്തപ്രദേശമൊന്നും അല്ല, അതിനകത്ത ഭാഗമാണ്. കയറി ചെല്ലുമ്പോൾ നടുമുറ്റം പോലത്തെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്തുള്ള ഭാഗങ്ങൾ. കുറച്ച് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതിനെ പറ്റിയിട്ട് ഒരു ഡീപ്പായിട്ട് വീഡിയോ ആണെന്ന് പറഞ്ഞാൽ അന്ന് എടുത്ത് വെച്ചാണ്, മാസങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് എടുത്ത് വെച്ചത്. അപ്പൊ ഈ ഗവൺമെന്റ് നല്ലതാണെന്നോ പഴയ ഗവൺമെന്റ് ചീത്തയാണെന്നോ അല്ല പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇവരെ കൊണ്ട് ചോറ് കൊടുക്കാൻ പോകുമ്പോൾ അതിനെ തടയണമെന്ന് അന്ന് പറഞ്ഞില്ല. അതായത് ആ പാർട്ടിയുടെ കൂടെ നിന്ന സമയത്ത് അതിനെ പറ്റിയിട്ട് വല്ലവരും സംസാരിക്കാതെ ഇപ്പോൾ വന്ന് നിന്നിട്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും സേവാഭാരതി മാത്രം ഉദ്ദേശിച്ചാണെങ്കിൽ അറിയാമല്ലോ, തീർച്ചയായിട്ടും ഇങ്ങനത്തെ പാർട്ടികളെ മൊത്തം അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യക്തികളെ മൊത്തം തടയണമെന്ന് പറയുമ്പോൾ അത് ഈ DYFI കൂടെ അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ കൂടെ നിന്ന സമയത്ത് അത് പറയാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നില്ലെങ്കിൽ ഈ പറയുന്ന അത് പോട്ടെ, അത് പറഞ്ഞോട്ടെ, ചോറ് കൊടുക്കണ്ട, നിങ്ങൾ ഇവിടെ വന്നിട്ട് അതിന്റെ പേരിൽ കൈ കടത്തണ്ട. പക്ഷേ അതോടൊപ്പം തന്നെ അതേ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ അതേ ഹോസ്പിറ്റലിലുള്ള ശോചനീയാവസ്ഥ കൂടെ വിളിച്ചു കാട്ടാൻ, വിളിച്ചോതാൻ, തുറന്നോതാൻ സുധാകർജിയെ പോലുള്ള വലിയ മനസ്സുകാർ തീർച്ചയായിട്ടും കുറച്ച് സമയം കണ്ടെത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അദ്ദേഹം പ്രതിദാനം ചെയ്ത പാർട്ടി അദ്ദേഹം ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ അവിടുന്ന് മാറി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ പാർട്ടിയോടുള്ള വിരോധം പലപ്പോഴും പല രീതിയിലേക്കും പുറത്തു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അല്ല ഒരു നമുക്ക് ഒരു എന്താ പറയാ പൊതുപ്രവർത്തകൻ നിൽക്കേണ്ടതെന്ന് ഈ ഒരു അവസരത്തിൽ ഒരു താഴ്മയായിട്ട് ഒരു സാധാരണ ഒരു വോട്ടർ എന്ന രീതിയിൽ ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിന് ആ പാർട്ടിയോടുള്ള വിരോധം കൊണ്ടായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് വന്ന് ഇല്ലെങ്കിൽ അതിന്റെ പിന്തുണയോടെ ജയിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പാർട്ടിയോടുള്ള ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന് ആരുടെയെങ്കിലും പിന്തുണ നേടി ജയിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്ഥാനത്ത് എത്തണമെന്നുള്ളൊരു പലപ്പോഴും ഒരു അദ്ദേഹത്തിന് ഒരു വിചാരം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ തോന്നലാണെങ്കിൽ സദയം ക്ഷമിക്കുക. അപ്പൊ ഈ ഒരു വിഷയം കൂടെ ഒന്ന് പരിഗണിക്കണം. ചോറ് കൊടുക്കാൻ തടയുമ്പോൾ ഇതുപോലത്തെ അവിടുത്തെ ഈ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ നടുമുറ്റത്തിനകത്തുള്ളതും അല്ലെങ്കിൽ AC മുകളിലുള്ള പരിസ്ഥിതി സൗന്ദര്യമായിട്ടുള്ള ആ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇസ്മി അൽത്താഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.